sports infrastructure, its maintenance and legacy planning. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നമ്മൾ ഏത് സ്പോർട്സ് പ്ലാൻ ചെയ്താലും ഈ സ്പോർട്സിൻ്റെ പ്ലാനിങ് സമയത്ത് there should be widespread consultation with stakeholders. എല്ലാവരുമായിട്ടും ആലോചിച്ചും പ്ലാൻ ചെയ്തിട്ടും മാത്രമേ ഒരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങാവൂ. ഒരു സ്റ്റേഡിയം ആയിക്കൊള്ളട്ടെ, ഒരു കോർട്ട് ആയിക്കൊള്ളട്ടെ, അത് പണി തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ എത്രയധികം ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്യാമോ, വൈഡ് സ്പ്രെഡ് പബ്ലിക് കൺസൾട്ടേഷൻ. അത് ഏതെങ്കിലും ഓഫീസുള്ള ഒരു എഞ്ചിനീയർക്കോ ഏതെങ്കിലും ഓഫീസുള്ള 2-3 വ്യക്തികൾക്കോ വിട്ടുകൊടുക്കാതെ പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു സ്പോർട്സ് ഫെസിലിറ്റി വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോക്താക്കൾ ആ പ്രദേശത്ത് അധിവസിക്കുന്ന പൊതുജനങ്ങളാണ് എന്നൊരു വിശ്വാസവും ധാരണയും നമുക്കുണ്ടാകണം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ ധാരണ ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ ഉപയോഗം സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഈ ഫെസിലിറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വൈഡ് സ്പ്രെഡ് കൺസൾട്ടേഷൻ ആ നാട്ടിൽ തന്നെ നടത്തുകയും നാട്ടുകാരെ സംബന്ധിച്ച് അതിൽ ബോധവൽക്കരിക്കുകയും വേണം. രണ്ടാമത്, ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുണ്ടാകാൻ പോകുന്ന ചെലവ്, അതിൻ്റെ പ്ലാന്, അതിൻ്റെ എസ്റ്റിമേറ്റ്, ആ എസ്റ്റിമേറ്റിൻ്റെ സാധുത, ചെലവ് കൂടിയെങ്കിൽ എന്തുകൊണ്ട് കൂടി, എങ്ങനെയൊക്കെ ചെലവ് കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചും പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും തന്നെ ആ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കുമൊക്കെ നല്ല ധാരണ ഉണ്ടായിരിക്കണം. 3, ഈ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ, എല്ലാ കോൺട്രാക്റ്റുകളും ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു, ഡിജിറ്റൽ കോൺട്രാക്ട്സ് ആയിരിക്കണം. അതിൽ കൂടുതലായിട്ട് ഈ സ്പോർട്സ് എക്യുപ്മെൻറ്റോ ഐറ്റംസോ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ തന്നെ ഇതിനകത്തിൽ പങ്കെടുക്കുന്ന, ഈ ബിഡിങ്ങിൽ പങ്കെടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ മാറിയെടുത്താൽ വളരെയധികം വ്യത്യാസം ഇതിനെ സംബന്ധിച്ചുള്ള സുതാര്യത്തിൽ ഉണ്ടാകും. സമയം എത്ര എന്നായിക്കോട്ടെ, അപ്പോൾ എനിക്ക് 5 മിനിറ്റൂടെ ബാക്കിയുള്ളൂ. 4, ഈ സ്റ്റേഡിയം പണിഞ്ഞാൽ, ഈ കൺസ്ട്രക്ഷൻ നടത്തിയാൽ നടത്തുന്ന കൺട്രാക്ടർക്ക് പണം കൊടുക്കാൻ സാധിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിലേ തുടങ്ങാവൂ. പലപ്പോഴും പല സ്ഥലങ്ങളിലും പാതിയായിട്ട് തീർത്തിരിക്കുന്ന ധാരാളം സ്ഥലങ്ങൾ നമുക്ക് വലിയ ചെലവിലേക്കും വലിയ സുതാര്യതാരാഹിത്യത്തിലേക്കും വലിയ സാമ്പത്തിക ക്രമക്കേടുകളിലുമൊക്കെ തെളിക്കും. അപ്പോൾ ഇതിൻ്റെ ഫൈനാൻഷ്യൽ സോഴ്സ് എന്താണ്, അതിനെ സംബന്ധിച്ച് പരിപൂർണമായ ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. പ്രോപ്പർ ബഡ്ജറ്റിംഗ് ആൻഡ് പ്രോപ്പർ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ആർ വെരി മച്ച് നെസസറി. 6, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിയുന്നിടത്തോളം എവിടെയെല്ലാം സാധിക്കുമോ അവിടെയെല്ലാം തന്നെ, ഇത് രഹസ്യ സ്വഭാവമുള്ളൊരു ആക്ടിവിറ്റി അല്ല, ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ആക്ടിവിറ്റി അല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ആക്ടിവിറ്റിയാണ്. എവിടെയെല്ലാം ഏതെല്ലാം രീതിയിൽ സാധിക്കുമോ അവിടെയെല്ലാം തന്നെ ധാരാളമായിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രംഗത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ മുൻകൂട്ടെടുക്കണം. എന്നിട്ട് മാത്രമായിരിക്കണം സ്പോർട്സ് എക്യുപ്മെൻ്റ് ആയിക്കൊള്ളട്ടെ, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കൊള്ളട്ടെ, അത് നമ്മൾ ഉണ്ടായിരിക്കണം. അവസാനമായിട്ട് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്, നമ്മൾ ഗവൺമെൻറ് ഇപ്പോൾ വളരെ കാലമായിട്ട് ഇൻഡസ്ട്രിയൽ പാർക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഗവൺമെൻറ് അതുപോലെ തന്നെ ടെക്നോ പാർക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലമെടുത്ത് ആ സ്ഥലത്തിൻ്റെ വികസനമെല്ലാം തന്നെ സർക്കാർ നടത്തുന്നു. ലാൻഡിൻ്റെ വികസനം മുഴുവൻ സർക്കാർ നടത്തുന്നു. അതിനുശേഷം സംരംഭകർക്ക് ആ സ്ഥലം വളരെ കുറഞ്ഞ ലീസ് എമൗണ്ടിന് വ്യക്തികൾക്ക് കൊടുക്കുന്നു. അവരുടെ സ്വകാര്യ ടെക്നോ കമ്പനി, സ്വകാര്യ ഇൻഡസ്ട്രി നടത്തുന്നതിന് വേണ്ടി കൊടുക്കുന്നു. അങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ നമുക്കറിയാം. എന്തുകൊണ്ട് സ്പോർട്സ് രംഗത്ത് നടപ്പാക്കിക്കൂടാ? ഓരോ വില്ലേജിലും 10-15 ഏക്കർ സർക്കാർ എടുത്ത് ഓരോ വില്ലേജിലും ഒരു സ്പോർട്സ് കോംപ്ലക്സിന് വേണ്ടി സ്ഥലം സർക്കാർ കണ്ടുപിടിക്കുക. അതിനുശേഷം അവിടെ എന്തൊക്കെ സ്പോർട്സ് നടത്തണമെന്നുള്ളത്, ബാഡ്മിൻ്റൺ ആകാം, വോളിബോൾ ആകാം, ബാസ്കറ്റ്ബോൾ ആകാം, ഫുട്ബോൾ ആകാം, അവിടെ ഏത് സ്പോർട്സ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ സ്ഥലം സ്വകാര്യ സംഭവർക്ക് കൊടുക്കുക, അസോസിയേഷനുകൾക്ക് കൊടുക്കുക, ക്ലബ്ബുകൾക്ക് കൊടുക്കുക, അവരിത് ചെയ്യട്ടെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്പോർട്സ് പാർക്കുകൾ ഈ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളിലും, ഞാൻ എൻ്റെ മകൻ അവിടെ ആയതുകൊണ്ട് ഞാൻ ധാരാളമായിട്ട് ന്യൂസിലൻഡിൽ പോകാറുണ്ട്. അവിടെ എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു സ്ഥലമുണ്ടെങ്കിൽ, 1000 പേര് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ 25 ഏക്കർ കളിക്കായിട്ട്, പലതരത്തിലുള്ള കളിക്കായിട്ട് അവർ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത്
സർക്കാർ കെട്ടിടം പണിയാനും നെറ്റ് വാങ്ങിക്കാനും ഫുട്ബോൾ വാങ്ങിക്കാനൊന്നും മെനക്കെടണ്ട. സ്ഥലമുണ്ടാക്കി ആവശ്യമുള്ള ആളുകൾക്ക്, സംരംഭകർക്ക് ഇതിനു വേണ്ടി കൊടുക്കുക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്പോർട്സ് പാർക്കുകൾ നമ്മുടെ സംസ്ഥാനത്തുള്ള 1000 വില്ലേജുകളിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. വേണ്ടത് 10,000 ഏക്കറാണ്. അത് സർക്കാർ വിചാരിച്ചാൽ ഈസി ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.